നമ്മുടെ ഗ്രേപ്സിൻ്റെ HR മാനേജ്മെൻറ്റ് മൊഡ്യൂള് ഒരുപാട് കാര്യങ്ങൾ പുതുതായി ആഡ് ചെയ്തുകൊണ്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഗ്രേപ്സ് EMR ഉപയോഗിക്കുന്നതിനും മൈഗ്രേപ്സ് ഉപയോഗിക്കുന്നതിനും ശ്രദ്ധിക്കുക. കാരണം 2025 നവംബർ മാസം 21-ാം തീയതി നമ്മുടെ പുതിയ 4 ലേബർ കോഡ്സ് വന്നിട്ടുണ്ട്. വേജസ്, ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ്, ദെൻ സോഷ്യൽ സെക്യൂരിറ്റി, ഒക്കുപേഷണൽ സേഫ്റ്റി, അങ്ങനെ 4 കോഡുകളിലേക്കായി മുമ്പുണ്ടായിരുന്ന എല്ലാ ലേബർ റൂൾസിനെയും കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഹോസ്പിറ്റൽസിൽ പ്രധാനമായിട്ടും എംപ്ലോയ്മെൻറ്റിൽ ഒരു ആളിനെ സെലക്ട് ചെയ്യുന്നത് മുതൽ അപ്പോയിൻമെൻറ്റ് വരെയുള്ള കാര്യങ്ങളിൽ കുറച്ചധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സേഫ്റ്റി ഓഫ് എംപ്ലോയീസ്, കോൺട്രാക്ട് ലേബർ, ഇങ്ങനെ ഹോസ്പിറ്റലിനെ ഡയറക്റ്റ് ഇമ്പാക്റ്റ് ചെയ്യുന്ന മേഖലകൾ ധാരാളം ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ നമുക്കുള്ള ഹോസ്പിറ്റൽസിലും കേരളത്തിൽ പുറത്തുള്ള ഹോസ്പിറ്റൽസിലും ഒക്കെ തന്നെ ഒരു നേഷൻ വൈഡ് റൂൾസിൻ്റെ റെഗുലേഷൻസ് ആയതുകൊണ്ട് തന്നെ കുറേയധികം സിമിലാരിറ്റീസ് എല്ലാ കാര്യങ്ങളിലും എത്തിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള വിശദമായ ഒരു ഡിസ്കഷനാണ് ഈ ഒരു ചെറിയ വീഡിയോയിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഈ പുതിയ 4 ലേബർ കോഡ്സ് എന്ന് നമുക്കൊന്ന് നോക്കാം. പ്രധാനപ്പെട്ട ആദ്യത്തെ വ്യത്യാസം, നമ്മളൊരു എംപ്ലോയ്മെൻറ്റ് നടത്തുമ്പോൾ ഡേ 1 തന്നെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൊടുത്തിരിക്കണം നമ്മുടെ എംപ്ലോയീസിന്. അങ്ങനെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൊടുത്തതിന് ശേഷം മാത്രമേ അവരെ നമുക്ക് ജോലിക്ക് ജോയിൻ ചെയ്യിപ്പിക്കാനുള്ള റൈറ്റ് ഉള്ളൂ. രണ്ടാമത്, നമുക്ക് എല്ലാ മാസവും കൃത്യമായ സമയത്ത് 7-ാം തീയതിയാണ് മാക്സിമം ഡിലേ വരാവുന്നത്, അവരുടെ സാലറി ബാങ്ക് ത്രൂ ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. കാരണം എംപ്ലോയി പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ കിട്ടിയില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഇനിമേൽ അവർക്കല്ല, എംപ്ലോയർക്കാണ്. സോ അതുകൊണ്ട് തന്നെ എവിഡൻസ് ബേസ്ഡ് ആയിട്ട് സാലറി ടൈമിലി ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പെർമനൻറ്റ് എംപ്ലോയീസും ഫിക്സഡ് ടൈം എംപ്ലോയീസും തങ്ങളിൽ വ്യത്യാസം വരാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ വലിയ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഗ്രാറ്റുവിറ്റി പോലുള്ള കാര്യങ്ങളിൽ സാധാരണ 5 വർഷമാണ് നമ്മുടെ റെഗുലർ എംപ്ലോയീസിനെങ്കിൽ ഫിക്സഡ് ടൈം എംപ്ലോയീസിന് 1 ഇയർ കഴിഞ്ഞാൽ ഗ്രാറ്റുവിറ്റിക്ക് എലിജിബിലിറ്റി ആയിട്ടുണ്ട്. കാരണം അവർക്ക് ആ ബെനിഫിറ്റ് അല്ലെങ്കിൽ കിട്ടാതെ പോകും എന്നതുകൊണ്ട് തന്നെയാണ്. ESI പോലെയുള്ളത് നേഷൻ വൈഡായിട്ട് ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഹസാർഡസ് വർക്കിൽ ഏർപ്പെടുന്ന ഒരു എംപ്ലോയി എങ്കിലും നമുക്കുണ്ടെങ്കിൽ നമ്മൾ ESI പ്രൊവൈഡ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. നേരത്തെ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് എംപ്ലോയീസ് വെച്ചിരുന്നു. ഇപ്പോൾ അതിപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഹസാർഡസ് ജോബിൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ലാബ് ടെക്നീഷ്യൻ നല്ലൊരു എക്സാമ്പിളാണ് ഹസാർഡസ് ജോബ്. കാരണം ഒരു ലാബ് ടെക്നീഷ്യനെങ്കിലും നമ്മുടെ ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ പിന്നെ എംപ്ലോയീസിൻ്റെ എണ്ണം നോക്കാൻ പറ്റില്ല. നമ്മൾ ESI ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ കോൺട്രാക്റ്റ് ലേബേഴ്സിൻ്റെ കാര്യത്തിൽ പേയ്മെൻറ്റ്, നമ്മൾ കോൺട്രാക്ടർക്കാർക്കും പേയ്മെൻറ്റ് കൊടുക്കുക, അവർക്കുള്ള ബെനിഫിറ്റ് എല്ലാം കൊടുക്കേണ്ടത് കോൺട്രാക്ടറാണ്. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ അതിൽ കോൺട്രാക്ടർ വീഴ്ച വരുത്തിയാൽ അത് ഹോസ്പിറ്റലിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഹോസ്പിറ്റൽ പേ ചെയ്യേണ്ടി വരും. അത് കാരണം നമ്മൾ അവർക്കുള്ള ബെനിഫിറ്റ് ആയാലും സാലറി ആയാലും കോൺട്രാക്ടർക്ക് പേ ചെയ്ത് കഴിഞ്ഞാൽ അവരത് അവരുടെ സ്റ്റാഫിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ എവിഡൻസ് ആയിട്ട് എല്ലാ മാസവും നമ്മൾ വാങ്ങേണ്ടതുണ്ട്. കാരണം പിന്നീട് നമുക്ക് ഈ എംപ്ലോയി പരാതിക്ക് പോയാൽ സ്വാഭാവികമായും ഹോസ്പിറ്റലാണ് അവർക്കിത് പേ ചെയ്യേണ്ടി വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു റെസ്പോൺസിബിലിറ്റി, കോൺട്രാക്ട് ലേബറിൻ്റെ റെസ്പോൺസിബിലിറ്റി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. ഒന്ന് അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഡേ 1 തന്നെ കൊടുക്കേണ്ടതുണ്ട്. ഗ്രാറ്റുവിറ്റിയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഫിക്സഡ് ടൈം കോൺട്രാക്റ്റിൽ വരുമ്പോഴത്തേക്ക് 1 ഇയറിന് ആഫ്റ്റർ തന്നെ അത് കൊടുക്കേണ്ടതുണ്ട്. പ്ലസ് നമുക്ക് ലേബേഴ്സിനെ സപ്ലൈ ചെയ്യുന്ന കോൺട്രാക്ട് കമ്പനികളുമായിട്ട് നമുക്ക് സ്വീപ്പേഴ്സിനെയും സെക്യൂരിറ്റിയും ഒക്കെ തരുമ്പോൾ അവർക്കുള്ള ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടത് നമ്മളുടെ ഹോസ്പിറ്റലിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ ജെൻഡർ വൈസ് സാലറിയിൽ വേജസിൽ വേരിയേഷൻ വരാൻ പാടില്ല. ഒരേ ജോബ് ചെയ്യുന്ന മെയിലിനും ഫീമെയിലിനും അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർക്കും സെയിം വേജസ് പ്രൊവൈഡ് ചെയ്യണം. ഇതൊക്കെയാണ് വേജസ് സപ്ലൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാന ചേഞ്ചസ്. നമ്മൾ അടുത്തൊരു പ്രധാന മാറ്റം വരുന്നത് അറ്റൻഡൻസ് രജിസ്റ്റർ ഡിജിറ്റലാക്കണമെന്നതും ഇൻസ്പെക്ഷൻ ഇനിമേലിൽ ഇപ്പോൾ സാലറിയെക്കുറിച്ച്, വേജസുകളെക്കുറിച്ചുള്ളതായാലും അറ്റൻഡൻസിനെക്കുറിച്ച്, കമ്മിറ്റികളെക്കുറിച്ചാണെങ്കിലും കംപ്ലീറ്റ് ഡിജിറ്റൽ ഡോക്യുമെൻ്റ് ആണ് കൊടുക്കേണ്ടത്. ഇനിമേലിൽ പേപ്പർ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. MyHRMൽ നമുക്ക് കാണാൻ പറ്റും എല്ലാ കമ്മിറ്റികളും, സേഫ്റ്റി കമ്മിറ്റി നിർബന്ധമാണ്. OT തിയേറ്റർ തുടങ്ങിയ സ്ഥലങ്ങളിൽ സേഫ്റ്റി കമ്മിറ്റി വേണം. ആ കമ്മിറ്റികൾ കൂടിയതിൻ്റെ ഡീറ്റെയിൽസ് കാര്യം എല്ലാം തന്നെ ഡിജിറ്റലി ഷെയർ ചെയ്യാൻ പറ്റണം.
ഒരു ഇൻസ്പെക്ഷൻ വരുമ്പോൾ അറ്റൻഡൻസ് ഡിജിറ്റലി മാർക്ക് ചെയ്യാനും അത് കൊടുക്കാനും പറ്റണം. നമുക്ക് ഗ്രേപ്സിൽ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഡിജിറ്റലാണ് പലപ്പോഴും ഹോസ്പിറ്റൽസ്, ലേബർ ഓഫീസേഴ്സിൻ്റെയൊക്കെ ചില ധാരണ പിശക് മൂലം നമുക്ക് പേപ്പർ അറ്റൻഡൻസ് രജിസ്റ്ററുകൾ സൂക്ഷിച്ചിരുന്നു. കഴിഞ്ഞ 2025 നവംബർ 21 മുതൽ അതിൻ്റെ ആവശ്യമില്ല. 100% നമുക്ക് MyHRMൽ കൂടെ അവർക്ക് ഡിജിറ്റലി എവിഡൻസ്ഡ് ആണ്. എംപ്ലോയീസിനത് കാണണമെന്നാണ് അവരുടെ അറ്റൻഡൻസ് കറക്റ്റായിട്ടാണോ എന്നത്. സോ ആ ഡിജിറ്റൽ എവിഡൻസ് ബേസ്ഡ് ആയിട്ട് അറ്റൻഡൻസ്, സാലറി, കമ്മിറ്റികൾ, ഇനി ഗ്രീവൻസ് കമ്മിറ്റിയിൽ മിനിമം ഒരു ലേഡി സ്റ്റാഫ് റെപ്രസെൻറ്റേഷൻ ഉണ്ടാവണം. ആ കമ്മിറ്റിയുടെ മിനിറ്റ്സുകളെല്ലാം തന്നെ ഡിജിറ്റലി ഉണ്ടാവണം. നമ്മളതെല്ലാം തന്നെ MyHRMലും എല്ലാം ഗ്രേപ്സിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപ്ഡേറ്റഡ് വെർഷൻ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. സോ നമുക്ക് ഇത്തരത്തിലുള്ള ചേഞ്ചസിൻ്റെ കൂടെ തന്നെ ഈ സേഫ്റ്റി പ്രിക്കോഷൻസ് NABHൽ നമ്മൾ പഠിച്ചതാണ്. നമ്മുടെ ക്ലാസ്സുകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. NABHൻ്റെ മൊഡ്യൂളിൽ നമ്മൾ കാണുന്നുണ്ട് സേഫ്റ്റി കമ്മിറ്റികൾ. ഈ സേഫ്റ്റി കമ്മിറ്റികളുമായിട്ട് ബന്ധപ്പെട്ട് OSHൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ലേബർ കോഡ്സിൽ തന്നെ പറയുന്നുണ്ട്. സോ ആ സേഫ്റ്റി കമ്മിറ്റികളുടെ മിനിറ്റ്സുകൾ, അത് കൂടുന്ന കാര്യങ്ങളും എല്ലാം തന്നെ ഡിജിറ്റലി അവൈലബിൾ ആയിരിക്കണം. ഇതാണ് നമുക്കൊരു ചെക്ക് ലിസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് വെരിഫൈ ചെയ്യേണ്ടി വരുന്ന. അതുപോലെ തന്നെ കോൺട്രാക്ട് ലേബേഴ്സിൻ്റെ കാര്യത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മൾ കൊടുത്ത പൈസകൾ അവരുടെ ലേബേഴ്സിന് എത്തിയിട്ടുണ്ടെന്നുള്ളത് എവിഡൻസ് ബേസ്ഡ് ആയിട്ട് വെരിഫൈ ചെയ്യണം. അത് മാൻഡേറ്ററി ആണ്. നമ്മൾ ചോദിച്ചു വാങ്ങണം അവരുടെ നിന്ന്. അവർ കൊടുത്തിട്ടുള്ള ബെനിഫിറ്റുകൾ, സാലറി, വേജസ് എല്ലാം സ്റ്റാഫ് കൈപ്പറ്റിയതിൻ്റെ രേഖകൾ വാങ്ങണം. നാളെ അടുത്ത 3 വർഷത്തിൽ എപ്പോഴെങ്കിലും, അത് ചില സ്പെഷ്യൽ കേസുകളിൽ, പ്രത്യേക സാഹചര്യങ്ങളിൽ 5 വർഷം വരെയും ഒരു എംപ്ലോയിക്ക് പരാതിയായിട്ട് പോകാനുള്ള പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കോൺട്രാക്ടേഴ്സിന് കൊടുത്ത ചാർജസ് എല്ലാം തന്നെ അവരുടെ സ്റ്റാഫിന് കൊണ്ടുപോയി ഈ അവരുടെ കയ്യിലെത്തിയിട്ടുണ്ട് എന്നതിൻ്റെ എവിഡൻസുകൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ വാങ്ങി ഹോസ്പിറ്റലിൽ ഡിജിറ്റലി സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഹോസ്പിറ്റലുകൾ തീർച്ചയായിട്ടും നമ്മുടെ HR സോഫ്റ്റ്വെയർ 100% യൂട്ടിലൈസ് ചെയ്യുക. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഓഡിറ്റ് ചെയ്യുക. നമ്മുടെ എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം കൃത്യമായിട്ടാണോ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്ന് വെരിഫൈ ചെയ്യുക. പുതിയ കംപ്ലയിൻസ് കറക്റ്റാണോ നമ്മുടെ ഭാഗത്തുനിന്ന്. ഡിജിറ്റലി പ്രസൻറ്റ് ചെയ്യത്തക്ക വിധത്തിൽ നമുക്ക് ഡിജിറ്റൽ ഇൻഫർമേഷൻസ്, അറ്റൻഡൻസും വേജസ് ഇൻഫർമേഷൻസും കമ്മിറ്റി ഇൻഫർമേഷൻസും എല്ലാം ഡിജിറ്റലി നമ്മൾ വെൽ ഫിറ്റ് ആണോ എന്ന് നമ്മുടെ ഇൻറ്റേർണലി ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഒരു ഓഡിറ്റ് നടത്തണം. മാനേജ്മെൻറ്റ് ഇക്കാര്യത്തിൽ വളരെ കൃത്യമായൊരു ശ്രദ്ധ പുലർത്തണം. HR ഡിപ്പാർട്ട്മെൻറ്റ് വളരെ സീരിയസ് ആയിട്ട് ഈ കാര്യങ്ങളിൽ മുന്നോട്ട് പോകണം. ഇനി മേലിൽ പേപ്പർ വർക്കുകൾ ഇൻസ്പെക്ഷൻ അംഗീകരിക്കാനുള്ള സാധ്യതയില്ല. വളരെ സീരിയസ് ആയിട്ട് ഗവൺമെൻറ് നേഷൻ വൈഡായിട്ട് തന്നെ ഇത് ഏകീകരിച്ചത് തന്നെ ഇത് ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ HR ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ ഈ നമ്മൾ നടത്തുന്ന ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്. കേരള ഗവൺമെൻറ് റൂൾസും നാഷണൽ റൂൾസും തങ്ങളിൽ കോൺഫ്ലിക്റ്റ് വരാനുള്ള സാധ്യത വളരെ കുറച്ചിട്ടുണ്ട്. ഏതൊക്കെ കാര്യങ്ങളാണ് അതിൽ ചേഞ്ചസ് വന്നിട്ടുള്ളതെന്നതിനെക്കുറിച്ച് സെമിനാറുകൾ നമ്മൾ നടത്തുന്നുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. സോ അതിൽ കഴിവതും പങ്കെടുക്കുക. മാനേജ്മെൻറ്റ് ഈ കാര്യത്തിൽ ഇൻറ്റേർണൽ ഓഡിറ്റ് ഉറപ്പ് വരുത്തുക. സോ നമുക്ക് HR കോമ്പിറ്റൻസ് കറക്റ്റ് ആക്കുന്നതിനും പക്ക ഡിജിറ്റൽ ആകുന്നതിനും തുടർന്ന് മുമ്പോട്ടുള്ള ശ്രമങ്ങൾ നടത്താം.